ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് റൂൾ 42, 43 അതുപോലെ തന്നെ സെക്ഷൻ 18 ആണ്. അതിലെ റൂൾ 42 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റൂൾ 42? ഇൻപുട്ട് യൂസ്ഡ് ടു മേക്ക് ആൻ എക്സംപ്റ്റ് സപ്ലൈ. ഇൻപുട്ട് യൂസ്ഡ് ടു മേക്ക് exempt supply or for manufacturing supplies, some of which were used for non-business or personal purpose. നമ്മൾ ഏത് തരം ഇൻപുട്ടുകളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്? എക്സംപ്റ്റ് സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന, പർച്ചേസ് ചെയ്യുന്ന ഇൻപുട്ടുകൾ, അല്ലെങ്കിൽ നോൺ ബിസിനസ് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ചില ഇൻപുട്ടുകളുണ്ട്. അതിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും. അതിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റൂളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കത് ഇതൊന്ന് തരംതിരിക്കണം അല്ലെ? തരംതിരിക്കാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാലായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്നുമില്ല. ടോട്ടൽ ക്രെഡിറ്റിൽ നിന്ന് നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈയുടെ ക്രെഡിറ്റും ബിസിനസ് പർപ്പസിൽ നിന്നുള്ള ബിസിനസ് പർപ്പസിൽ അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ക്രെഡിറ്റും എന്ത് ചെയ്യാണ്? തരംതിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ബിസിനസ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്ന, നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചിട്ടുള്ള ഇൻപുട്ട് ടാക്സ്. നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്ട് മേടിച്ചിട്ടുണ്ടാവും, അതിന് ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ T1 ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ. T2 എന്ന് പറഞ്ഞാൽ എന്താ? എക്സംപ്റ്റ് സപ്ലൈസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻപുട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്. അതാണ് T2. Then T3 എന്ന് പറയുന്ന ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. ഇതാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ എന്തെങ്കിലും ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ T3 ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ക്വസ്റ്റ്യൻ തരുന്ന ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങുന്ന റോ മെറ്റീരിയലിന് നമ്മൾ പേ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ്, അതാണ് T1. T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സംപ്റ്റ് സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻപുട്ടുകൾ വേണം അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസുകൾ വേണം, അതിന് പേ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ്. T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. അതും നമുക്കിവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ കാണിച്ചേക്കാം, അതും ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആയി വന്നേക്കാം. സോ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എലിജിബിൾ? ആദ്യം നമുക്ക് എലിജിബിൾ ക്രെഡിറ്റ് നോക്കാം. അതല്ലേ ആദ്യം നമുക്ക് എലിജിബിൾ ക്രെഡിറ്റ് കണ്ടുപിടിക്കാം. അതിനെന്താ ചെയ്യണ്ടേ? ടിയിൽ നിന്ന് T1ഉം T2ഉം T3യും കുറയ്ക്കുക. അപ്പൊ നമുക്ക് എലിജിബിൾ ക്രെഡിറ്റ്, ഇയാൾക്ക് എത്രയാണോ എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് എന്നുള്ളത് കിട്ടും. അതായത് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ നിന്ന് നോൺ ബിസിനസ് പർപ്പസിന് നമ്മൾ പേ ചെയ്ത T1 കുറയ്ക്കുക, അതായത് ഇൻപുട്ട് ടാക്സ് കുറയ്ക്കുക. ദെൻ എക്സംപ്റ്റ് സപ്ലൈസിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്ത ഇൻപുട്ട് ടാക്സ് കുറയ്ക്കുക. ദെൻ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ T3 അതും കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? C1 കിട്ടും. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എലിജിബിൾ ക്രെഡിറ്റ്. അല്ലെങ്കിൽ ITC ക്രെഡിറ്റഡ് ടു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെറ്റർ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? എവിടെയെങ്കിലും ഒന്നുകൂടെ പറയണോ? ജിബിന ഓക്കെ ആണോ? അപ്പൊ നമുക്ക് C1 കിട്ടി. അതായത് അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും കേട്ടോ. ദെൻ T4 കുറയ്ക്കുക. ടോട്ടൽ എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റിൽ നിന്ന് T4 കുറയ്ക്കുക. എന്താണ് T4? ടാക്സബിൾ സപ്ലൈസ്.
ടാക്സബിൾ സപ്ലൈസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടാവും, അതിന് ഇൻപുട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും, അത് കുറയ്ക്കുക. അതില് സീറോ റേറ്റഡ് സപ്ലൈസ്, അതായത് എക്സ്പോർട്സ്, അതുപോലെ സപ്ലൈസ് ടു SCS ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ടാക്സബിൾ സപ്ലൈസിൽ ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്? സീറോ റേറ്റഡ് സപ്ലൈസ് ലൈക്ക് എക്സ്പോർട്സ്, സപ്ലൈസ് ടു SCS പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കുള്ള സപ്ലൈസും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയിരിക്കും തരിക, സീറോ റേറ്റഡ് സപ്ലൈസ് അല്ലെങ്കിൽ എക്സ്പോർട്സ് അല്ലെങ്കിൽ സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ T4 ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിരിക്കും. ഓക്കെ, സോ T4 കുറയ്ക്കുക, ടാക്സബിൾ സപ്ലൈസിന് അല്ലെങ്കിൽ എക്സ്പോർട്സിന് അല്ലെങ്കിൽ സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ, അതിന് പേ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് അവൈലബിൾ ആണെങ്കിൽ കുറയ്ക്കുക. നമുക്ക് എന്ത് കിട്ടും? കോമൺ ക്രെഡിറ്റ് കിട്ടും. അതായത് C2 കിട്ടും. കോമൺ ക്രെഡിറ്റ്. അതായത് കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ്, ഈ ഇൻപുട്ട് ടാക്സ് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. പാർട്ട്ലി മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ, പകുതി ടാക്സബിൾ സപ്ലൈക്കും പകുതി എക്സെപ്റ്റ് സപ്ലൈക്കുമാണ്, അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിനുമാണ്. എലിജിബിൾ ക്രെഡിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ടാക്സബിൾ സപ്ലൈസിന്റെ ക്രെഡിറ്റ് കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോമൺ ക്രെഡിറ്റ് കിട്ടി. കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇത് പാർട്ട്ലി ടാക്സബിളിനും പാർട്ട്ലി എക്സെപ്റ്റഡ് അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് വീണ്ടും തിരിക്കണം. നോൺ ബിസിനസിന് എത്രയാ, എക്സെപ്റ്റഡിന് എത്രയാ? വേണ്ട, തിരിക്കണ്ടേ? അതിനെന്താ ചെയ്യണ്ടേ? ആദ്യം നമുക്ക് ഇത് കുറയ്ക്കാം. ഒരു മിനിറ്റ്. ആദ്യം നമുക്ക് എക്സംപ്റ്റഡ് സപ്ലൈയുടെ പോർഷൻ കുറയ്ക്കാം. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്? C2 നിന്ന്, കോമൺ ക്രെഡിറ്റിൽ നിന്ന് എക്സംപ്റ്റ് സപ്ലൈക്ക് വേണ്ട ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യാണ്? മൈനസ് ചെയ്യാണ്. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോമൺ ക്രെഡിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു എക്സംപ്റ്റ് സപ്ലൈസ്. കോമൺ ക്രെഡിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു എക്സംപ്റ്റ് സപ്ലൈസ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സംപ്റ്റഡ് സപ്ലൈസിനുള്ള ഇൻപുട്ട് ടാക്സ് എത്രയാണെന്നുള്ളത് കിട്ടും. അതിന് സെഗ്രിഗേറ്റ് ചെയ്യേണ്ട, അതിന് ക്ലാസിഫൈ ചെയ്യേണ്ട, അതിനെ അപ്പോർഷൻ ചെയ്യേണ്ട ഇൻപുട്ട് ടാക്സ് എത്രയാണെന്നുള്ളത് അത് നമ്മൾ എന്തായിട്ട് കാണുന്നു? D1 ആയിട്ടാണ് കാണിക്കുന്നത്. D1. ദെൻ ഇനിയുള്ളത് ഏതാ? ബിസിനസ് പർപ്പസിനുള്ളത്. C2 ഇല്ലായിരുന്നോ കോമൺ ക്രെഡിറ്റ്? C2 കോമൺ ക്രെഡിറ്റ്, അതിന്റെ 5% നമ്മൾ എന്തിലേക്ക് മാറ്റുവാണ്? നോൺ ബിസിനസ് പർപ്പസ്. അത് ഫിക്സഡ് ആണ് കേട്ടോ, ഫിക്സഡ് ആണ്. കോമൺ ക്രെഡിറ്റിന്റെ 5% നമ്മൾ എന്തായിട്ട് കാണിക്കുന്നു? D2 ആയിട്ട് കാണിക്കുന്നു. അതായത് നോൺ ബിസിനസ് പർപ്പസിന് ഉപയോഗിച്ച ഇൻപുട്ട് ടാക്സ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ കാണിക്കും. അപ്പോ ബാക്കി എത്രയുണ്ട് എന്നുള്ളത് നോക്കാം. റിമൈനിങ് എലിജിബിൾ ITC എത്രയുണ്ട്? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ക്രെഡിറ്റിൽ നിന്ന് എക്സംപ്റ്റിന് പോയതും നോൺ ബിസിനസിന് പോയതും എന്ത് ചെയ്യുക? കുറച്ചേക്കുക. ബാക്കി ഇത്രയാണ് അയാൾക്ക് ശരിക്കും എലിജിബിൾ ആയിട്ട് വരിക. അതായത് C3 ആണ് അയാൾക്ക് റിമൈനിങ് എലിജിബിൾ ITC. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? എവിടെങ്കിലും സംശയം ഉണ്ടോ? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഓക്കെ,
ഇലിസ്ട്രേഷൻ നോക്കിയേ. കൺസിഡറിംഗ് ദ ഫോളോയിങ് സിനേറിയോ ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2020 ഇൻ റിലേഷൻ ടു സപ്ലൈസ് മെയ്ഡ് ഇൻ കർണാടക. ടോട്ടൽ ITC അവൈലബിൾ 1,50,000 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ടോട്ടൽ ITC അവൈലബിൾ, അതായത് ടി നമുക്ക് തന്നിട്ടുണ്ട് 1,50,000. ITC on inputs attributable to supply used by director for personal use. T1 പേഴ്സണൽ അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിന് വന്നിട്ടുള്ള ITC ഇവിടെ തന്നിട്ടുള്ള 7,500. എക്സംപ്റ്റ് സപ്ലൈസിനുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തന്നിട്ടുണ്ട് 15,000. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് T3 തന്നിട്ടുണ്ട് 4,000. ടാക്സബിൾ സപ്ലൈസിന്റെ ITC തന്നിട്ടുണ്ട് 1,05,000. ദെൻ എക്സംപ്റ്റ് സപ്ലൈസിന്റെ വാല്യൂ 2,25,000 തന്നിട്ടുണ്ട്. ടോട്ടൽ ടേൺ ഓവർ 30 ലക്ഷം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? എലിജിബിൾ ITC, എലിജിബിൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കണ്ടുപിടിക്കും. അതിന്റെ ഇക്വേഷൻ പറഞ്ഞേ വേഗം. അതിന്റെ ഇക്വേഷൻ പറഞ്ഞു. ഇക്വേഷൻ ഒക്കെ ഇപ്പോഴേ പഠിച്ചു പോയിക്കോ. അതിന്റെ ഇക്വേഷൻ പറ, വേഗം പറ. നന്ദന, ജീവന. എലിജിബിൾ ITC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. പറഞ്ഞു വേഗം പറഞ്ഞു. പടപടയെന്ന് പറ. എലിജിബിൾ ITC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓർത്തെടുക്കും. കിട്ടുന്നില്ല? പറയണോ? ടോട്ടലൈസ്. അത് തന്നെ, വെരി ഗുഡ്. ടോട്ടൽ ITCയിൽ നിന്ന് അതാണ് ജിബിന മൊത്തം ഇട്ടിട്ടുണ്ട്. അന്തര അത് തന്നെയല്ല ഉദ്ദേശിച്ച. ടിയിൽ നിന്ന് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ നിന്ന് T1, T2, T3 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതൊന്ന് കണ്ടുപിടിക്കാം നമുക്ക്. 1,50,000 നിന്ന് 7,500, 15,000, 4,500 എന്നിവ എന്ത് ചെയ്തിരിക്കുന്നു? അവര് മൈനസ് ചെയ്തിരിക്കുന്നു. 1,23,000 അയാളുടെ എലിജിബിൾ ക്രെഡിറ്റ്. 1,23,000 രൂപയാണ് അയാളുടെ എലിജിബിൾ ക്രെഡിറ്റ്. ഇവിടെ കൊണ്ട് തീരുകയാണോ? അല്ല. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കണം. C2 കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യണ്ടേ? C1ൽ നിന്ന്, അതായത് എലിജിബിൾ ITCയിൽ നിന്ന് ടാക്സബിൾ സപ്ലൈസിന്റെ ഇൻപുട്ട് ടാക്സ് എത്രയാണോ, എത്രയാ ടാക്സബിൾ സപ്ലൈസിന്റെ ഇൻപുട്ട്? 1,05,000 അല്ലേ? അവനെ മൈനസ് ചെയ്താട്ടെ. 1,05,000 മൈനസ് ചെയ്താൽ 18,000 കോമൺ ക്രെഡിറ്റ്. അതായത് 1,23,000 നമുക്ക് എലിജിബിൾ ITC വന്നു സമ്മതിക്കുന്നു. അതില് ടാക്സബിൾ സപ്ലൈസിന്റെ, അതായത് T4 എന്ത് ചെയ്യാം? ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത്, ബാക്കി 18,000 എന്ന് പറയുന്നത് നമ്മൾ എന്തിനുപയോഗിക്കുന്ന? പറഞ്ഞാട്ടെ, എന്തിനുപയോഗിക്കുന്നതായിരിക്കും? ബാക്കി 18,000 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും ടാക്സബിൾ സപ്ലൈസിനുള്ള ക്രെഡിറ്റ് ആണോ? ഇൻപുട്ട് ടാക്സ് ആണ്. എക്സംപ്റ്റ് മാത്രം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി വരുന്ന എക്സംപ്റ്റ് സപ്ലൈക്കുള്ളതാണോ മൊത്തം? കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സംപ്റ്റ് സപ്ലൈസിനും ടാക്സബിൾ സപ്ലൈസിനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ടാക്സബിൾ സപ്ലൈസിനും എക്സംപ്റ്റ് അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ക്രെഡിറ്റ് ആണത്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പോവാണ്? വേർതിരിക്കണം. ഓക്കെ, അതിനെ വേർതിരിക്കണം. അപ്പൊ ഈ 18,000 നമ്മൾ എഴുതി. ഈ 18,000 എന്ന് പറയുന്നത് കോമൺ ക്രെഡിറ്റ് ആണ്. ആ കോമൺ ക്രെഡിറ്റിൽ എക്സംപ്റ്റ് സപ്ലൈസിന്റെ പോർഷൻ ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇതല്ല ഇക്വേഷൻ. 18,000-ൽ എത്രയാണ് എക്സംപ്റ്റിന് പോവുക? എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ക്രെഡിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു എക്സംപ്റ്റ് സപ്ലൈസിന്റെ ടേൺ ഓവർ എത്രയാണോ അത്. 1,350 നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? അതായത് 18,000-ൽ 1,350 എക്സംപ്റ്റിന്റെ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു.
നോൺ ബിസിനസിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം? നോൺ ബിസിനസ് D2 എങ്ങനെ കണ്ടുപിടിക്കാം? 18,000ന്റെ 5%. ഫിക്സഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 900. അപ്പോ റിമൈനിങ് എലിജിബിൾ ITC എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് C3 റിമൈനിങ് എലിജിബിൾ ITC എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ക്രെഡിറ്റിൽ നിന്ന് D1ഉം D2 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സോ റിമൈനിങ് എലിജിബിൾ ITC എന്ന് പറയുന്നത് എത്രയാ? 15,750 ഉള്ളൂ. 15,750. ഈ 900ഉം റിവേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ ഈ 1,350 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. 1,350 എക്സംപ്റ്റ് സപ്ലൈയുടെയും 900 നോൺ ബിസിനസ് പർപ്പസിന്റേതുമാണ്. അതുകൊണ്ട് അത് തിരിച്ചെന്ത് ചെയ്തോണം? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്തോ ഒരു സംശയമുള്ള പോലെ, എവിടെയോ ഒരു സംശയമുള്ള പോലെ. ഇവിടാണ് ആ സംശയം. ഇവിടാണ് സംശയം. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോന്നേ. പോയോ? ലൈനിലില്ലേ? ഹലോ, ഉണ്ട്. നോക്കുമായിരുന്നു പ്രോബ്ലം. കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ ഉണ്ടല്ലോ. ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ ഓക്കെ ആവും. ശരി, ഒരു പ്രോബ്ലം കൂടെ ഞാൻ തന്നെ ചെയ്യിക്കാം. സോറി, ഞാൻ ചെയ്യിപ്പിക്കാം നിങ്ങളെ. ലാസ്റ്റ് പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? Considering the following scenario for the month of December 2022 in relation to supplies made in Delhi. Total ITC 1,50,000 ആണ്. പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിന് അല്ലെങ്കിൽ അതിന്റെ ITC എന്ന് പറയുന്നത് 7,500. എക്സംപ്റ്റ് സപ്ലൈ 18,000 ആണ് അതിന്റെ ITC. എക്സംപ്റ്റ് സപ്ലൈ ITC 18,000. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് 4,000. ടാക്സബിൾ സപ്ലൈസ് അതായത് T4 1,00,000 ഇങ്ങോട്ടേക്ക് എഴുതിയിരിക്കുകയാണ്, 1,00,000. എക്സംപ്റ്റ് സപ്ലൈസിന്റെ ടേൺ ഓവർ വന്നിട്ടുണ്ട്, ടോട്ടൽ ടേൺ ഓവർ വന്നിട്ടുണ്ട്. എലിജിബിൾ ITC ആദ്യം കണ്ടുപിടിക്കാം. എലിജിബിൾ ITC കണ്ടുപിടിക്കാം. ആരാ പറയുന്നത് നോക്കട്ടെ? എലിജിബിൾ ITC ആരാ പറയുന്നത്? എലിജിബിൾ ITC അതല്ല, അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എലിജിബിൾ ITC പറഞ്ഞാൽ മതി. കോമൺ ക്രെഡിറ്റും റിവേഴ്സ് ചെയ്യുന്ന എമൗണ്ട് ഞാൻ പറഞ്ഞു. എലിജിബിൾ ITC വേഗം പറഞ്ഞു. ആരാ പറയുന്നത് നോക്കട്ടെ. കോമ്പറ്റീഷൻ വേണം കേട്ടോ, നമുക്കിടയിൽ കോമ്പറ്റീഷൻ വേണം. 1,20,500 നോക്കാം. 1,20,500 ഒരു തരം. നന്ദന ഇത് തന്നെയാണോ? 1,20,500 ഒരു തരം. 2 തരം. 1,24,500 3 തരം. നോക്കാം. ആൻസർ ചെയ്യാൻ അതിന്റെ ആൻസർ ചെയ്യാൻ കുഴപ്പമില്ല. 1,24,500 അല്ലേ? നോക്കട്ടെ. $1,20,500 കറക്റ്റ്. 1,20,500. നന്ദനയ്ക്ക് എന്താ 1,24,500 വന്നത്? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് കണ്ടില്ല. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് കണ്ടില്ല. അങ്ങനെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് കണ്ടില്ലേ? 4,000. ആ, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് 4,000. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് തെറ്റിയത്. 1,20,500 ആണ്. 1,20,500 ആണ് എലിജിബിൾ ITC. എലിജിബിൾ ITC.
ഇതിന് നമ്മൾ എന്താ മൈനസ് ചെയ്യേണ്ടത്? എലിജിബിൾ ITC. ഇതിന് എന്താ മൈനസ് ചെയ്യേണ്ടത്? എന്താ മൈനസ് ചെയ്യേണ്ടത്? പറ വേഗം. എലിജിബിൾ ITC എന്താ മൈനസ്? T4 ആണോ? T4 ആണോ? T4 ആണോ മൈനസ് ചെയ്യേണ്ടത്? ഗൈസ്, T4 ആണോ മൈനസ് ചെയ്യേണ്ടത്? T4 എന്താണ്? ടാക്സബിൾ സപ്ലൈസിന്റെ ഇൻപുട്ട് അല്ലെ? ടാക്സബിൾ സപ്ലൈസിന്റെ ഇൻപുട്ട് എത്രയാ? ടാക്സബിൾ സപ്ലൈസിന്റെ ഇൻപുട്ട്, ടാക്സബിൾ സപ്ലൈയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 1,00,000. സോ 1,00,000 മൈനസ് ചെയ്തേ. 20,500 ആണ് നമ്മുടെ കോമൺ ക്രെഡിറ്റ്. കോമൺ ക്രെഡിറ്റ് 20,500 കിട്ടിയോ? കോമൺ ക്രെഡിറ്റ് 20,500 കിട്ടിയോ? നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചുമ്മാ റഫായിട്ടും ചെയ്തോ കേട്ടോ. ഇതിന്റെ ആൻസർ ഞാനൊന്ന് കോപ്പി ചെയ്തപ്പോ എനിക്ക് ഇത് പറ്റി, പേസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. കുഴപ്പമില്ല, അതല്ല ചെയ്യാലോ. 20,500 കോമൺ ക്രെഡിറ്റ് 20,500. കോമൺ ക്രെഡിറ്റ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? കോമൺ ക്രെഡിറ്റ് എങ്ങനെയായിരുന്നു? C2 അല്ലെ? C2 20. ഇനി ഈ 20,500 എന്ന് പറയുന്ന ITC ക്രെഡിറ്റ് ബോത്ത് ടാക്സബിൾ സപ്ലൈ ആൻഡ് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. നമുക്ക് അതിനെ ഒന്ന് വേർതിരിക്കാം. നമുക്ക് ആദ്യം എക്സംപ്റ്റഡ് സപ്ലൈയുടെ വേർതിരിക്കാം. അതായത് D1 കാണണം അല്ലെ? D1 കാണാനുള്ള ഇക്വേഷൻ എന്താ? കോമൺ ക്രെഡിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു എക്സംപ്റ്റ് സപ്ലൈ അല്ലെ? എത്ര വരുമെന്നൊന്ന് പറയാമോ? എത്ര വരുമെന്ന് പറഞ്ഞ വേഗം. എത്ര വരുമെന്ന് പറഞ്ഞു? എല്ലാ വാല്യൂസും ഉണ്ട്. കോമൺ ക്രെഡിറ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ടോട്ടൽ ടേൺ ഓവർ എത്രയാണെന്നുള്ളത് ക്വസ്റ്റിലുണ്ട്. എക്സംപ്റ്റ് സപ്ലൈയുടെ ടേൺ ഓവർ എത്രയാണെന്നുള്ളത് ക്വസ്റ്റിലുണ്ട്. പറഞ്ഞു. സ്ക്രീൻ കാണുന്നില്ലേ? ഇപ്പോഴോ? ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാമോ? ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു. D1 കണ്ടുപിടിക്കാൻ പറഞ്ഞത് കേട്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ D1 എത്ര വരുമെന്ന് പറയാം. കോമൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 20,500 ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 30,00,000 ഇൻറ്റു എക്സംപ്റ്റ് സപ്ലൈ ടേൺ ഓവർ എന്ന് പറയുന്നത് 3,00,000 ഡിവൈഡ് 10,00,000. ഇരുപത് 50 ആണോ? ഇതാണോ ഫിഗർ? ഓക്കെ. ഇനി നമുക്ക് D2 കണ്ടുപിടിക്കണ്ടേ? D1 കിട്ടി, റിവേഴ്സ് ചെയ്യേണ്ട ഒരു എമൗണ്ട് കിട്ടിയേ. ഇനി D2 കണ്ടുപിടിക്കണമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുക? D1 കിട്ടി, D2 എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ക്രെഡിറ്റിന്റെ അതായത് C2 ഇൻറ്റു 5% അല്ലെ? അതായത് 20,500 ഇൻറ്റു 5% എത്ര വരും? 1,020. റിവേഴ്സ് ചെയ്യേണ്ട രണ്ടാമത്തെ എമൗണ്ട് കിട്ടി, നോൺ ബിസിനസ് പർപ്പസിന്റെ. ശരിയല്ലേ? ശരിയാണോ? ചെയ്തേക്കുന്നത് ശരിയാണോ? 1,025 ആണോ? അപ്പോ അയാളുടെ റിമൈനിങ് എലിജിബിൾ ITC കൂടെ എത്രയാന്ന് പറ. റിമൈനിങ് എലിജിബിൾ ITC എത്രയുണ്ട്? 20,500 നിന്ന് 20,50 കുറയ്ക്കുക, 1,025 കുറയ്ക്കുക.
17,425 രൂപ അയാളുടെ റിമൈനിങ് എലിജിബിൾ ITC. അത് തന്നെ കറക്റ്റ്. വെരി ഗുഡ്. കിട്ടിയില്ലേ ജിബിന? കിട്ടി. അടിപൊളി അടിപൊളി. എന്നതാണ്ട് ഇതൊന്നും തന്നെ ചെയ്തേ. ഇതിന്റെ ആൻസർ എനിക്ക് പെട്ടെന്ന് കിട്ടണം. ഇതാ പടപടയെന്ന് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റൂൾ 42 പഠിച്ചു. ഇത് ഏതാ നിങ്ങൾ സെറ്റ്? റൂൾ 42. ഓക്കെ. എലിജിബിൾ ITC കിട്ടിയവരുണ്ടോ? എലിജിബിൾ ITC, എലിജിബിൾ ITC, എലിജിബിൾ ITC വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എലിജിബിൾ ITC 75,000. ജിബിന 75,000 പറയുന്നു. നന്ദന നന്ദന ഒന്നും പേടിക്കൊന്നും വേണ്ട. തെറ്റാണെങ്കിലും നോ പ്രോബ്ലം. ഒരു വിഷയമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. 75,000 തന്നെയാണോ അതോ കിട്ടിയില്ല? ഒരു ഡൗട്ട് ചോദിച്ചോ. ഡൗട്ട് എന്താ? ഓക്കെ, ജിബിനക്ക് കിട്ടിയത് നോക്കാം. ശരിയാണോ നോക്കാമേ. ആ തെറ്റാണല്ലോ. ജിബിന തെറ്റാണല്ലോ. T1, T2, T3 കുറച്ചില്ലേ? ഒരു 1,50,000. എവിടാ തെറ്റിയ? എവിടാ തെറ്റിയ? ജിബിന പറഞ്ഞേ, തെറ്റിയ എവിടെന്ന് പറഞ്ഞു. ആ 0 കൂടി എടുത്തു. നന്ദന എന്തായി? നന്ദന കിട്ടി. ഓക്കെ ഓക്കെ. അടുത്തത് എലിജിബിലിറ്റി കോമൺ ക്രെഡിറ്റ് എത്രയാണ്? കോമൺ ക്രെഡിറ്റ് കോമൺ ക്രെഡിറ്റ് കോമൺ ക്രെഡിറ്റ് 40,000. നോക്കാം ശരിയാണോ നോക്കാം. ജിബിനക്ക് 40,000 ആണോ? യെസ്, 40,000 ആണ്. ശരിയാണ്. 40,000 ശരിയാണ്. കോമൺ ക്രെഡിറ്റ് 40,000 ശരിയാണ്. ഇനി നമുക്ക് D1 കണ്ടുപിടിക്കണം. അതായത് എക്സംപ്റ്റ് സപ്ലൈയുടെ ഭാഗം. എക്സംപ്റ്റ് സപ്ലൈയുടെ ഭാഗം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. D1 കണ്ടുപിടിക്കും. ഇരുപത്തയ്യായിരം 20,000 ആണ് 2,500. 40,000 ഡിവൈഡ് ബൈ 40 ലക്ഷം ഇൻറ്റു 2,50,000. 20,000 ആണ് 2,500. പൂജ്യത്തിന്റെ കളിയുണ്ടെന്ന് തോന്നുന്നു ഇതിനിടയ്ക്ക്. 0 പൂജ്യങ്ങൾ വിഷയമാണ് നന്ദന. ഇപ്പൊ കിട്ടി 2,500 അല്ലേ? ആ
കൂടുതലോ കുറവോ ആകാൻ പാടില്ല കേട്ടോ. കൂടെ ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതായിരിക്കും അല്ലെ. കൂടി അത് മറക്കരുത്, ചെയ്തോണം. അപ്പോ D1 കിട്ടി. റിവേഴ്സ് ചെയ്യേണ്ട ഒരു എമൗണ്ട് കിട്ടി 2500. റിവേഴ്സ് ചെയ്യേണ്ട ഒരു എമൗണ്ട് കിട്ടി എക്സാം സപ്ലൈയുടെ പോർഷൻ. D2 പറ. D2 എത്രയാ? D2 2000 നോക്കാം. ശരിയാണ്, 2000 ആണ്. 2000 ആണ്, ശരിയാണ്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് എലിജിബിൾ ITC എത്രയാണ്? റിമൈനിങ് എലിജിബിൾ ITC 35,500. നോക്കാം ശരിയാണോ നോക്കട്ടെ. ശരിയാണല്ലോ. അടിപൊളി. 42 ഓക്കെ ആണോ? റൂൾ 42 ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ പേടി മാറിയോ? ജിബിന ഇതൂടെ ചെയ്തു. ഇതൂടെ കൺഫ്യൂഷൻ. എന്നോട് റിമൈനിങ് എലിജിബിൾ ITC എത്രയാണ്, റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് തിരിച്ച് ടൈപ്പ് ചെയ്തിടുക. ആദ്യം റിവേഴ്സ് ചെയ്യുന്ന 2 എമൗണ്ടുകൾ പറയുക, അതിനുശേഷം റിമൈനിങ് എലിജിബിൾ ITC. അത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി, വേറൊന്നും എന്നോട് പറയാം. ചിലപ്പോ ഇങ്ങനെ ഓർഡറിലൊന്നും തരണമെന്നൊന്നും ഇല്ല. T1 T2 T3 ഒക്കെ കേട്ടോ. ചിലപ്പോ ഫിക്സ്ഡ് ആയിട്ടൊക്കെ തരും. അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ T എന്നോ T1 എന്നോ ഒന്നും പറഞ്ഞ് തരണമെന്നൊന്നും ഇല്ല. നിങ്ങൾ അത് ഇട്ട് കൊടുത്ത് ചെയ്തോണം. ശ്രദ്ധിച്ച് പതിയെ ചെയ്താൽ മതി, തെറ്റിക്കരുത്. പൂജയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തം ആൻസർ വ്യത്യാസം തരും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പതിയെ സമാധാനമായിട്ട് കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് ചെയ്തു. കാൽക്കുലേറ്ററും കാര്യങ്ങളും എല്ലാം കയ്യിലുണ്ടാവണം ഇവിടെ പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോൾ. ഇതുപോലുള്ള കുറച്ച് വർക്കുകൾ നമ്മൾ ഇതുപോലെ ചെയ്യിപ്പിക്കും. അപ്പോ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം കൈ വേണം. ഇതായി എവിടെ വരെ എത്തി? റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ടിലേക്ക് എത്തിയോ? D1 കിട്ടിയോ? D1 കിട്ടിയിട്ടില്ല, ചെയ്തു വരുന്നേ ഉള്ളൂ. മെസ്സേജിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ.
ഗൈസ് ദൈ D1 ലേക്ക് എത്തിയോ? D1 D1 666.67. ഓക്കെ, അല്ലല്ലോ. കോമൺ ക്രെഡിറ്റ് 17,000 ആണോ വന്നേ? കോമൺ ക്രെഡിറ്റ് 17,000 ആണോ? 11:33. ആ, നന്ദനയുടെ ആൻസർ ശരിയാണ്. നോക്കട്ടെ. ആ, 11:33.33. നന്ദനയുടെ ആൻസർ ശരിയാണ്. എവിടാണ് ജിബിന തെറ്റിയെ? ഇക്വേഷൻ കണ്ടോ? 17,000 ഡിവൈഡ് ബൈ കോമൺ ക്രെഡിറ്റ് 17,000 ഡിവൈഡ് ബൈ 45 ലാക്സ്, 45 ലക്ഷമാണ്, ഇൻറ്റു 45 ലക്ഷം എന്ന് പറയുന്നത് ടോട്ടൽ ടേൺ ഓവർ. 3 ലാക്ക് എന്ന് പറയുന്നത് എക്സെപ്റ്റ് സപ്ലൈഡ് ടേൺ ഓവർ. എവിടെ തെറ്റിയെ? നോക്കിയോ? നന്ദന D2 ചെയ്തോ. നന്ദന D2 ചെയ്തോ. D2 850. ശരിയാണ്. D2 850 ശരിയാണ്. അവൈലബിൾ ITC, എലിജിബിൾ അവൈലബിൾ ITC കൂടെ കണ്ടുപിടിച്ച് വെച്ചോളൂ. അല്ല, ജിബിന പതിയെ വന്നാൽ മതി, നോ പ്രോബ്ലം, വിഷയമില്ല. കിട്ടി. ഓക്കെ, വെരി ഗുഡ്. എവിടായിരുന്നു തെറ്റിയത്? പൂജ്യത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു ഇത്തവണ? ആയിരിക്കും. ബാക്കി ചെയ്തോ. T4ന്റെ എമൗണ്ട് എടുത്തതിൽ തെറ്റി. ഓക്കെ, മാറിയെടുത്തു. തെറ്റ് മനസ്സിലായല്ലോ. പ്രത്യേകം പറഞ്ഞ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന്, ചെറുത് വെക്കരുതെന്ന്. കുഴപ്പമില്ല. ചെയ്തു. ബാക്കി ചെയ്തോ. D2 കണ്ടുപിടിക്കുക, then അവൈലബിൾ എലിജിബിൾ ITC. പതിനഞ്ച് 0:17. ഓക്കെ, ശരിയാണ്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ടോട്ടൽ ITC അവൈലബിളിൽ നിന്ന് നമ്മൾ സ്റ്റാഫ് വെൽഫെയറിന്റെ T1 കുറയ്ക്കുന്നു. അതായത് നോൺ ബിസിനസ് പർപ്പസ് ആണ്. സ്റ്റാഫ് വെൽഫെയർ എന്ന് പറയുന്നത് നോൺ ബിസിനസ് പർപ്പസ് ആണ്. ദെൻ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് കുറയ്ക്കുന്നു.
export. ITC on input exclusively for export or supplies to SEZ. So, special economic സോണിലേക്കുള്ള ITC. മൂന്നെണ്ണം കുറയ്ക്കുകയാണ് നമ്മൾ. ഇപ്പൊ എന്ത് കിട്ടും? നമുക്ക് എലിജിബിൾ ITC കിട്ടി. എലിജിബിൾ ITCയിൽ നിന്ന് നമ്മൾ T4 കുറയ്ക്കുകയാണ്. T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇൻപുട്ട്. 1,40,000 നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. കോമൺ ക്രെഡിറ്റ് 17,000 കിട്ടി. കോമൺ ക്രെഡിറ്റിൽ എന്തും ഇൻക്ലൂഡ് ആണ്? ടാക്സബിളും എക്സംപ്റ്റഡും ഇൻക്ലൂഡ് ആണ്. സോ എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് നമ്മൾ തിരിക്കുകയാണ്. എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് തിരിക്കാൻ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. D1 കണ്ടുപിടിച്ചു 11,133. ദെൻ D2 കണ്ടുപിടിക്കണം ബിസിനസ് പർപ്പസിന്റെ. കോമൺ ക്രെഡിറ്റിന്റെ 5%, 850 കിട്ടി. ദെൻ അവൈലബിൾ ITC കണ്ടുപിടിക്കാൻ കോമൺ ക്രെഡിറ്റിൽ നിന്ന് D1 ഉം D2 ഉം മൈനസ് ചെയ്താൽ ആൻസറിലേക്ക് എത്തിയോ? ഓക്കെ, അപ്പൊ റൂൾ 42 ഓക്കെ ആണല്ലോ. റൂൾ 42, റൂൾ 43ലേക്ക് പോകാം നമുക്ക്. റൂൾ 43 പോവാം. റൂൾ 43, റിവേഴ്സൽ ഓഫ് ITC ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്ക് തോന്നുന്നു 42വിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന റൂളാണ് റൂൾ നമ്പർ 43. കുറച്ചധികം പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ക്യാപിറ്റൽ ഗുഡ്സിന്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, നമ്മൾ ഒരു ബിസിനസ് പർപ്പസിലേക്ക് വാങ്ങുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി, അതൊരു ക്യാപിറ്റൽ ഗുഡ് ആണ്. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടി വരിക? അതിന് നമ്മൾ പേ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ചില സാഹചര്യങ്ങളിൽ റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സാഹചര്യങ്ങളെ ഞാനൊന്ന് 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. നോർമലി ടെക്സ്റ്റിലും അതുപോലെ നെറ്റിലും ഒക്കെ നോക്കിയാൽ 2ആയിട്ട് തിരിച്ചിരിക്കുന്നത് കാണാം. പക്ഷെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ് കേട്ടോ. The ITC is in relation to capital goods that have been used exclusively for non-business purpose or for making exempt outward supplies. ഈ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്നത് നോൺ ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ മേക്കിംഗ് എക്സംപ്റ്റ് ഔട്ട്വേർഡ് സപ്ലൈസിന് വേണ്ടിയിട്ടാണെങ്കിൽ ITC കിട്ടില്ല. പറഞ്ഞ മനസ്സിലായോ? ഒരു ക്യാപിറ്റൽ ഗുഡ്, ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിക്കുകയാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്ന നോൺ ബിസിനസ് പർപ്പസിനോ അല്ലെങ്കിൽ എക്സംപ്റ്റ് സപ്ലൈസിനോ വേണ്ടിയിട്ടാണെങ്കിൽ, എക്സംപ്റ്റഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. നോട്ട് അലൗഡ്. എന്നാൽ ITC in relation to capital goods that have been used exclusively for making supplies, എക്സ്ക്ലൂസീവ്ലി ടാക്സബിൾ സപ്ലൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിക്കുന്നത് എങ്കിൽ
ഇതെന്തും ഇൻക്ലൂഡ് ആണ്, സീറോ റേറ്റഡ് സപ്ലൈസ് ഇൻക്ലൂഡഡ് ആണ് ഇതില്. എന്താ പറഞ്ഞേ, നമ്മൾ വാങ്ങുന്ന ക്യാപിറ്റൽ ഗുഡ്സ് പൂർണ്ണമായിട്ടും എക്സ്ക്ലൂസീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടാക്സബിൾ സപ്ലൈസിലാണ്, അതിന് വേണ്ടിയിട്ടാണ്, ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈസ്. തീർച്ചയായിട്ടും എന്ത് കിട്ടും? ITC കിട്ടും, തീർച്ചയായിട്ടും ITC. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ കാറ്റഗറിയാണ്. ഞാൻ ഉണ്ടാക്കിയതെന്നല്ല, അതങ്ങനെ തിരിച്ചിട്ടില്ലായിരുന്നു, ഞാൻ തിരിച്ചതാണ്. സി, യൂസ്ഡ് പാർട്ട്ലി ഫോർ ടാക്സബിൾ ആൻഡ് പാർട്ട്ലി ഫോർ എക്സ്പോർട്ട്. പാർട്ട്ലി ക്യാപിറ്റൽ ഗുഡ്സ് പാർട്ട്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ വാങ്ങിച്ച പ്ലാന്റ് ആൻഡ് മെഷീനറി പകുതി യൂസ് ചെയ്യുന്നത് ടാക്സബിൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും പാർട്ട്ലി എക്സംപ്റ്റഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും. സോ ആദ്യം ഇതിൽ ഏത് ക്രൈറ്റീരിയ ആണ് ആപ്ലിക്കബിൾ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൽ ഇത് ഈ 3 ക്രൈറ്റീരിയയും കയറി വരും. ചിലപ്പോൾ 1 2 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 3 കയറി വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കയറി വരാം. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ പകുതി ഓക്കെ. ഓക്കെ, ഞാനത് പ്രോബ്ലം ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുന്നതാവും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. അതാണ്, ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. പ്രോബ്ലം പറഞ്ഞതിന് ശേഷം പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട്, ഇതിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് T1 T2 എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. TC കോമൺ ക്രെഡിറ്റ് ആണ്. TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ക്രെഡിറ്റ്. TM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ക്രെഡിറ്റിനെ നമ്മൾ 60 ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എന്താണ് 60? എന്താണ് ഈ 60? എവിടുന്ന് വന്നു 60? അതായത് ഒരു 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 ക്യാപിറ്റൽ ഗുഡ്സിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ GST ആക്ട് പ്രകാരം 5 വർഷമാണ്, 5 years, അല്ലെങ്കിൽ 60 months എന്ന് പറയും. 5 years അല്ലെങ്കിൽ 60 months. ഓക്കെ, സോ ആ 60 months ആണിത്. കോമൺ ക്രെഡിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ TM കിട്ടും. അതായത് എമൗണ്ട് ഓഫ് ITC attributable to a tax period. ഫോർ എക്സാമ്പിൾ എ മന്ത്, ഒരു മന്തിലെ ITC കിട്ടും, ഒരു മന്തിലെ ITC. ദെൻ TR വേണം. TR ഒന്നിൽ കൂടുതൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉള്ള സാഹചര്യങ്ങളിലെ TR എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഒരു മിക്ക പ്രോബ്ലത്തിലും ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ വരാറുള്ളൂ, ചില പ്രോബ്ലത്തിൽ വരും ഒന്നിൽ കൂടുതൽ വരാറുണ്ട്. സോ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു TRന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നു. ഓക്കെ, അപ്പൊ TMന്റെ, അതായത് TM ഒന്നേ ഉള്ളെങ്കിൽ, അതായത് ക്യാപിറ്റൽ ഗുഡ്സ് ഒന്നേ ഉള്ളെങ്കിൽ അത് തന്നെയാണ് TR. ഇനി TM ക്യാപിറ്റൽ ഗുഡ്സ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ TR എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നേ ഉള്ളെങ്കിൽ അത് തന്നെയാണ് TR. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ TMന്റെ ടോട്ടലിനെ നമ്മൾ TR എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇതും പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി വരിക കേട്ടോ. ഇത്ര ഓക്കെ ആണോ? Then TE എന്താണ് TE? കോമൺ ക്രെഡിറ്റ് ഫോർ എക്സംപ്റ്റഡ് സപ്ലൈ. എക്സംപ്റ്റഡ് സപ്ലൈയുടെ കോമൺ ക്രെഡിറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്നാമത്തെ കാര്യം 42 43 ഒന്നിച്ച് ഒരേ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ല. ഒരേ ടേമുകൾ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, 2 ടേമുകൾ തന്നെ ഇപ്പോൾ ഞാൻ ഇതിൽ തിരിച്ചിരിക്കുന്നത് പോലെ തന്നെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും, പ്രോബ്ലം തെറ്റിയും. ഈ രീതിയിൽ തന്നെ പഠിച്ചു ട്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്കിവിടെ TE കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E ഡിവൈഡ് ബൈ F. ഈ F-ഉം ഡയറക്റ്റ് ക്വസ്റ്റിൽ തരും, Eയും F-ഉം ഡയറക്റ്റ് ക്വസ്റ്റിൽ തരും. തന്ന പോലെ തന്നെ വെറുതെ 42 പഠിച്ചപ്പോൾ നമുക്ക് തന്നിരുന്ന പോലെ തന്നെ Eയും F-ഉം നമുക്ക് തരും. അവിടെ EF അല്ലായിരുന്നു, ഞാൻ അങ്ങനെ പറയണ്ടേ ഇല്ല കേട്ടോ. അവിടെ EF അവിടെ ഇല്ല, വിട്ടേരെ. അയ്യോ, ആ EF അവിടെ ഇല്ല കേട്ടോ, വിട്ടേരെ. EF ഇവിടെ ഉള്ളേ.
സോ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ടി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇ ഡിവൈഡ് ബൈ എഫ് ചെയ്യുന്നു. ഇ എഫ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിൽ തരും. ഓക്കെ, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ദെൻ അതാണല്ലോ ഇ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് എക്സെപ്റ്റഡ് ഗുഡ്സ് ഓർ സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് ടാക്സ് പീരീഡ്. എഫ് എന്ന് പറയുന്നത് ടോട്ടൽ ടേൺ ഓവർ ഓഫ് ടാക്സ് പെയർ ഡ്യൂറിംഗ് ദ ടാക്സ് പീരീഡ്. ഇ എന്ന് പറയുന്നത് എക്സെപ്റ്റഡ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈസിന്റെ ടോട്ടൽ എമൗണ്ട്. എഫ് എന്ന് പറയുന്ന ടോട്ടൽ ടേൺ ഓവർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇവിടെ വരെ ടേമുകളെല്ലാം ഓക്കെ ആണല്ലോ. പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് കത്തും. നമ്മള് 42 ചെയ്ത പോലെ തന്നെ 1-2 പ്രോബ്ലംസ് ഞാൻ ചെയ്യിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ചെയ്യും. ഇത്ര ഓക്കെ ആണോ? ഒന്ന് പറയാമോ ഇവിടെ വരെ? ശരി, ഇപ്പോ 43 എന്ന് പറയുന്നത് റൂൾ 43 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കാര്യമാണ്. അതിന്റെ ITCകൾ ക്ലെയിം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിവേഴ്സ് ചെയ്യണോ വേണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ നോക്കിക്കോളൂ. എ ഫേം ഗൗരവ് എന്റർപ്രൈസസ് ഇൻ മുംബൈ, മഹാരാഷ്ട്ര. ഒരു ഫേം ആണ് ഗൗരവ് എന്റർപ്രൈസസ് എന്നാണ് അതിന്റെ പേര്. മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഫേം ബൈസ് 4 മെഷീൻസ് ഫോർ ബിസിനസ് ആസ് വെൽ ആസ് പേഴ്സണൽ യൂസ്. ഒരു 4 മെഷീൻ വാങ്ങുന്നുണ്ട്. അത് ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. വൈൽ ക്ലെയിമിംഗ് ദ ITC ഫോർ ദിസ് വൺ. കാര്യം കേസസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഓക്കെയാണ്. അപ്പൊ ഇത് ഈ ദ ഫേം ബൈസ് 4 മെഷീൻസ്, ക്യാപിറ്റൽ ഗുഡ്, ബിസിനസ് ആസ് വെൽ ആസ് പേഴ്സണൽ യൂസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് റൂൾ 43 ആണെന്നുള്ളത്. ഓക്കെ, ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. While claiming the ITC for this month, the business claims ITC for all the machines. Eligible ITC എത്ര റിവേഴ്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. മെഷീൻ 1 പർച്ചേസ് ചെയ്തപ്പോ അയാൾ ക്ലെയിം ചെയ്ത ITC 80,000 രൂപയാണ്. മെഷീൻ 1 പർച്ചേസ് ചെയ്തപ്പോൾ അയാൾ പേ ചെയ്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 80,000 ആണ് അയാൾക്ക്. അതിന് അയാൾ ITC ക്ലെയിം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഈ മെഷീൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാ? എക്സംപ്റ്റഡ് ഗുഡ്സിനാണ്. ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ITC claimed for machine 2. മെഷീൻ 2 വാങ്ങിച്ച വകയിൽ അയാൾ പേ ചെയ്ത GST എന്ന് പറയുന്ന ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്ന 43,000 രൂപയാണ്. ആ മെഷീൻ യൂസ് ചെയ്തിരിക്കുന്നത് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ്. ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾ മെഷീൻ മേടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ITC ക്ലെയിം ചെയ്യാവുന്നതാണ്. റിവേഴ്സ് ചെയ്യേണ്ട സാഹചര്യമില്ല. ഇവിടെ റിവേഴ്സ് ചെയ്യേണ്ട സാഹചര്യമില്ല. മെഷീൻ 3 പേഴ്സണൽ അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ റെഡി ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാവും ITC റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഓക്കെ, മെഷീൻ 4 പാർട്ട്ലി ടാക്സബിളും പാർട്ട്ലി എക്സംപ്റ്റഡ് ഗുഡ്സ്. പാർട്ട്ലി ടാക്സബിളും പാർട്ട്ലി എക്സംപ്റ്റഡ്. അവയിൽ ചെയ്യാൻ പറ്റുമോ? ITC അലൗഡ് ആണോ? ആണെന്നല്ല ഞാൻ പറഞ്ഞു. ദെൻ ഇയും എഫും തന്നിട്ടുണ്ട്. ഈ 10 ലക്ഷം, എഫ് 35 ലക്ഷം. ഈ 10 ലക്ഷം, എഫ് 35 ലക്ഷം. നമ്മൾ ആൻസറിലേക്ക് വരികയാണ്. ITC കിട്ടാത്ത കറണ്ട് പോയല്ലോ ഷോ. ITC കിട്ടാത്ത 2 മെഷീൻസ് ഏതൊക്കെയാ? നിങ്ങൾ പറ. ITC കിട്ടാത്ത ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ ക്രൈറ്റീരിയ 3 ക്രൈറ്റീരിയ പഠിച്ചതാണ്. ആ 3 ക്രൈറ്റീരിയയിലും എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ കൺവേ ചെയ്തതാണ്. നിങ്ങൾക്കിപ്പം മനസ്സിലാവും ഏത് മെഷീൻസിനാണ് ITC കിട്ടാത്തതെന്നുള്ളത്. നോക്കിയിട്ട് പറയാമോ?
ഏതൊക്കെ മെഷീൻസിനാണ്? M1നും M3ക്കും. നന്ദന പറയുന്നു M1നും M3ക്കും എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. ITC കിട്ടില്ല. M1ന് കിട്ടില്ല, M3ക്കും കിട്ടില്ല. ഏതിനൊക്കെ കിട്ടും? ഏതിനൊക്കെ കിട്ടും? ജിബിന എന്താ എക്സംപ്റ്റഡ് ആൻഡ് പേഴ്സൺ? അതേതാ ജിബിന? അതെന്താ? ഏതൊക്കെ മിഷന് കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. ഏതൊക്കെ മിഷന് കിട്ടും? M1നും ഏതൊക്കെ മിഷന് കിട്ടില്ല എന്നാണ് ചോദിച്ചത്. M1നും M3ക്കും കിട്ടില്ല. കാരണം റീസൺ നിങ്ങൾക്ക് അറിയാം. ആ മെഷീൻ യൂസ് ചെയ്തത് എക്സംപ്റ്റഡ് ഗുഡ്സിനാണ്. M1 യൂസ് ചെയ്തിരിക്കുന്ന എക്സംപ്റ്റഡ് ഗുഡ്സിനാണ്. M3 യൂസ് ചെയ്തിരിക്കുന്നത് പേഴ്സണൽ പർപ്പസിനാണ്, അല്ലെങ്കിൽ നോൺ ബിസിനസ് പർപ്പസിനാണ്. ഇതിന് രണ്ടിനും ITC കിട്ടില്ല, പ്രൊപ്പോസ് ചെയ്യേണ്ടി വരും. ഓക്കെ. ദെൻ മെഷീൻ 2നും മെഷീൻ 4നും കിട്ടും അല്ലെ? മെഷീൻ 2നും മെഷീൻ 4നും കിട്ടും. മെഷീൻ 2ന് അലൗഡ് ആണ് 43,000. മെഷീൻ 2ന് അലൗഡ് ആണ്. കാരണം എന്താ? മെഷീൻ 2 ഉപയോഗിച്ചിരിക്കുന്നത് ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യാനാണ്. സോ അലൗഡ് ആണ്, കിട്ടും. ദെൻ മെഷീൻ 4 അലൗഡ് അല്ലേ? മെഷീൻ 4 അലൗഡ് അല്ലേ? ബോത്ത് പർപ്പസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡ് ഗുഡ്സിനാണ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതിനും എന്ത് ചെയ്യും? കിട്ടും. പക്ഷെ അത് കോമൺ ക്രെഡിറ്റ് ആണ്. അതിന് നമ്മൾ പേര് വിളിക്കും, അതിന് നമ്മൾ പേരിടും TC. അതിന് നമ്മൾ പേരിടുകയാണ്. രണ്ട് പർപ്പസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ പേരിടുകയാണ് TC, കോമൺ ക്രെഡിറ്റ് 72,000. ഇത് വെച്ചാണ് നമ്മുടെ ബാക്കി കളി. TM കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? TM കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? കോമൺ ക്രെഡിറ്റിനെ 36 അല്ല 60 ആണ് കേട്ടോ. 36 അല്ല 60 ആണ്. TC ഡിവൈഡ് ബൈ 60 ചെയ്യുക. അതായത് 72,000 ഡിവൈഡ് ബൈ 60 2,000 വരും. 2,000 വരും. TM എന്ന് പറയുന്നത് 2,000 വരും. വേറെ ക്യാപിറ്റൽ ഗുഡ്സ്, ഒറ്റ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു മെഷീന്റെ കാര്യമേ പറയുന്നുള്ളൂ, ബോത്ത് പർപ്പസിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ TR ഏത് തന്നെയാ? ഈ TM തന്നെയാണ്. TR എന്ന് പറയുന്നത് TM തന്നെയാണ്. കാരണം ബോത്ത് പർപ്പസിന് ഉപയോഗിക്കുന്ന, അതായത് ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാപിറ്റൽ ഗുഡേ ഉള്ളൂ. അതുകൊണ്ട് TR എന്ന് പറയുന്നത് TM തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണേ? ഇത്ര ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞാട്ടെ. കറണ്ട് വന്നു. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ചെയ്യേണ്ട ITC എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ. 42 ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ. ITC എങ്ങനെ റിവേഴ്സ് ചെയ്യാം? E ഡിവൈഡ് ബൈ F ഇൻറ്റു TR ചെയ്യാം. അതായത് കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? E ബൈ F. കോമൺ ക്രെഡിറ്റ് ഫോർ എക്സംപ്റ്റഡ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നോ? E ബൈ F. അത് അപ്ലൈ ചെയ്യുക. ഇൻറ്റു TR ചെയ്യാം. TR എന്ന് പറയുന്നത് എത്രയാ? ഈ 2,000 തന്നെയാ. TM തന്നെയാ. ചെയ്യുമ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട്, ഡിപ്പാർട്ട്മെന്റിന് റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് ഇത്രേ ഉള്ളൂ. സ്റ്റെപ്പുകൾ കുറവാണ്. 42നെ സംബന്ധിച്ചിടത്തോളം 43ക്ക് സ്റ്റെപ്പുകൾ കുറവാണ്. ജസ്റ്റ് കോമൺ ക്രെഡിറ്റ് ആദ്യം കണ്ടുപിടിക്കുക. 72,000 കണ്ടുപിടിച്ചു. അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഒരു മന്തിലെ ITC കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരിക. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു. E ഡിവൈഡ് ബൈ F ഇൻറ്റു TR. ITC റിവേഴ്സ് ചെയ്യേണ്ട ITC 571. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? TM 1,200 അല്ലേ? ഇതിവിടെ അവര് 36 വെച്ചായിരിക്കും ചെയ്തത്. നോക്കിക്കോട്ടെ. ശരി 1,200 ആണ്. വെരി ഗുഡ്. 1,200 ഇപ്പൊ വ്യത്യാസം വരും. ഇത് എത്ര വരുമെന്നൊന്ന് പറയാമോ?
ജിബിന എത്ര വരും? വന്ദന സോൾവ് ചെയ്തിട്ട് എത്ര വരുന്നു? മുന്നൂറ്റി 343 രൂപ റിവേഴ്സ് ചെയ്യണം കേട്ടോ ഡിപ്പാർട്ട്മെന്റ്. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഫേസിൽ തന്നെ നമുക്ക് പലതിനും ആൻസർ കിട്ടുകയാണ് ഇവിടെ. ചോപ്പിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഫസ്റ്റ് ഫേസിൽ തന്നെ പലതിനും പല ചോദ്യത്തിനും ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ജസ്റ്റ് കോമൺ ക്രെഡിറ്റ്, അതായത് രണ്ടിനും ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ടി സി. ടി സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെൻ ടി സി ഡിവൈഡ് ബൈ 60 ചെയ്യുക. ദെൻ ഇക്വേഷൻ അപ്ലൈ. കഴിഞ്ഞു പരിപാടി. എന്നതാ ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ചെയ്യുന്നു, നിങ്ങൾ തന്നെ ചെയ്യുന്നു? പറഞ്ഞോ, ഞാൻ ചെയ്യണോ അതോ നിങ്ങൾ തന്നെ ചെയ്യുന്നു? ട്രൈ ചെയ്യുന്നു അതോ തന്നെ ഞാൻ ചെയ്യിപ്പിക്കണോ? ഓ, നോക്കുമായിരിക്കും അല്ലേ തന്നെ ചെയ്യാൻ പറ്റുമോന്ന്. പടി കേമികളെ നോക്കിട്ട് പറ. എങ്കിൽ അതിന്റെ ഉത്തരം തന്നെ ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. പറയാതെ ചെയ്യുവാണോ? ചെയ്യാം, വന്ദന ചെയ്യാന്ന് പറയുന്നു. ജിബിനെയോ? ചെയ്യാം. ഓക്കെ, ഉഷാറായി, അടിപൊളി, ചെയ്തോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തോളാം. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേക്കാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേക്കാം. ദാ ഇവിടെ ITC on machine A used solely in the supply of exempted goods. Solely in the supply of exempted goods. കിട്ടുമോ? കിട്ടുമോ ഗൈസ്? കിട്ടില്ലല്ലേ? കിട്ടില്ല. ITC on machine B used solely in supply of taxable goods. ITC കിട്ടും. ITC on machine C used solely for non-business purpose. കിട്ടില്ല. ITC on machine D is used partially in the supply of taxable goods and partially in the supply of exempted goods. കിട്ടും. So TC നമുക്ക് കിട്ടിയിട്ടുണ്ട്. TC നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യാൻ പാട്? TC ഡിവൈഡ് ബൈ 60 ചെയ്യുക. ഇപ്പോ നമുക്ക് TM കിട്ടും. മെഷീൻ ഡി മാത്രമേ ബോത്ത് പർപ്പസിന് ഉപയോഗിക്കുന്നുള്ളൂ. സോ TR എന്ന് പറയുന്നത് TM തന്നെ ആയിരിക്കും. ദെൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. E ഡിവൈഡ് ബൈ F ഇൻറ്റു TR. റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് കിട്ടും. റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് മാത്രമേ എന്നോട്
നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ എടുത്തപ്പോഴാണ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് തോന്നിപ്പോകുന്നത്. എക്സാമിന് സമയത്തൊന്നും ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല ഉള്ള കാര്യം പറയാം. നാലായിരം റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് ആണോ? റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് ആണോ നന്ദനെ? ചെക്ക് ചെയ്യട്ടെ. ജിബിനക്ക് ഇതാണോ ആൻസർ? ജിബിന, ഒരു മിനിറ്റ്. 4000 നോക്കട്ടെ. ആ, അടിപൊളി. ദാ സൂപ്പർ. അപ്പൊ പഠിച്ചു. അതാ ഇത് ചെയ്തോ. ഫുൾ ക്വസ്റ്റ്യൻ കാണാമല്ലോ അല്ലെ? ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി ചെറുതാക്കിയത്. കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? കാണാമല്ലോ അല്ലെ?
സാർ എമൗണ്ട് കിട്ടി. കിട്ടിയോ? ഒരു മിനിറ്റ്. ആൻസർ നോക്കട്ടെ. ആൻസർ എന്ന് പറയാമോ? നോക്കട്ടെ. അയച്ചിട്ടുണ്ടോ എനിക്ക്? 1875. വെരി ഗുഡ്. നോക്കട്ടെ ശരിയാണോ? രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ശരിയായിരിക്കും. 1875 ശരിയാ. ദോ ശരിയാണ്. ശരിയാണ്. ഒരു പിന്നെന്താ ചെയ്തേക്കുന്നതെന്ന് അറിയാവോ? സൂം ചെയ്യാവേ. ഒരു പിന്നെ ചെയ്തേക്കുന്നത് വേറൊന്നുമല്ല, ടോട്ടൽ ITC credited to the electronic credit ledger for the month of June 2023. 9 lakh നമുക്ക് എലിജിബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നോ? 9 lakh ഓൾറെഡി എലിജിബിൾ ആണ്, അലൗഡ് ആണ് ITC എന്ന് പറഞ്ഞില്ലായിരുന്നോ? മെഷീൻ ബിയുടെ. മെഷീൻ ബി എന്തിനാ യൂസ് ചെയ്തേ? സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ്. സോ അതിന്റെ ITC അലൗബിൾ ആണ്. സോ 9 lakhന്റെ കൂടെ 4,50,000 പക്ഷേ എന്താണ് കോമൺ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് അല്ലെ? 4,50,000 അതിൽ നീ 1875 റിവേഴ്സ് ചെയ്യുന്ന കുറയ്ക്കണം. ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് ടോട്ടൽ ITC ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ കേട്ടോ. 9 ലക്ഷം എലിജിബിൾ ആണ്. 4,50,000 മുഴുവൻ എലിജിബിൾ അല്ല. അതിൽ 1875 നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. സോ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് 9 lakhനോടൊപ്പം ആഡ് ചെയ്യും. 13,48,125 രൂപ വരും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ. അതുകൂടി ഒന്ന് നോക്കി വെച്ചോ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ. 42, 43. ക്ലിയർ ആണോ? ചോദ്യങ്ങൾ ചോദിച്ചാൽ ചെയ്യുമോ ഇനി? ക്ലിയർ ആണ്. ശരി. അപ്പൊ നമ്മള് 42, 43 നമ്മൾ ഉദ്ദേശിച്ച പോലെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മള് നാളെ ഇൻപുട്ട് ടാക്സ് ഇതിന്റെ പ്രോബ്ലം ചെയ്യും, അതോടൊപ്പം തന്നെ ബ്ലോക്കഡ് ക്രെഡിറ്റിന്റെ പ്രോബ്ലം ചെയ്യും. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് സെക്ഷൻ 18 ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടി നാളെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിക്കും. ഓക്കെ ആണല്ലോ? അപ്പോ ചിലപ്പോൾ നാളെ ആയിരിക്കാം. നാളെ ഞാൻ വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ തന്നെ ക്ലാസ് നടക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റന്നാളത്തേക്കൊന്ന് നീട്ടി വെച്ചേക്കും. നാളെ ഞാൻ പറയാം കേട്ടോ. താങ്ക് യു.